എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിൻ്റെ പരമസത്യയെക്കുറിച്ചാണ്. വ്യാസഭഗവാൻ എഴുതിയ 18 പുരാണങ്ങളിലും അതിശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോ സീമയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരി എന്നാണല്ലോ. അപ്പോൾ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അക്ഷരസ്വരൂപത്തിലുള്ള മഹത്തായിരിക്കുന്ന ഒരു പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ പരമപ്രധാനമായി 4 അവസ്ഥകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനെ ജീവൻ്റെ പുരുഷാർത്ഥങ്ങളെന്ന് വിളിക്കാം. അതായത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. അപ്പോൾ ഈ പുരുഷാർത്ഥങ്ങളെന്ന ധർമാർത്ഥ, കാമ, മോക്ഷങ്ങളെ എങ്ങനെ സാധൂകരിക്കാം എന്ന് ഉപദേശിക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ധർമാധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരി തെറ്റുകളെക്കുറിച്ച്, അല്ലെ സത്യവും അസത്യവും തമ്മിലുള്ള അവസ്ഥകളെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന അവസ്ഥയ്ക്കാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അർത്ഥമാണ്. അർത്ഥം എന്ന് പറയുമ്പോൾ സമ്പത്തിനെയാണ്. അപ്പം ധാർമ്മികമായ തലത്തിലൂടെ സമ്പാദിക്കുന്ന ധർമ്മ അർത്ഥത്തിൽ ആ അർത്ഥം കൊണ്ട് പുണ്യത്തെ വരെ നേടിയെടുക്കാൻ പറ്റും. ആ അർത്ഥം അനാവശ്യമായി ചെലവഴിച്ചാൽ അധർമ്മത്തിലേക്ക് കൂപ്പുകുത്താനും ആ ധർമ്മത്തിലൂടെ അധപ്പതനം ഉണ്ടാകുകയും ചെയ്യും. അപ്പം അർത്ഥം ധർമ്മത്തിലൂടെ സമ്പാദിച്ച് ധാർമ്മികമായ മൂല്യങ്ങൾക്ക് വേണ്ടി സത്തുക്കൾക്കും ധാർമ്മികമായ സൽക്കർമ്മങ്ങൾക്കും വീതിച്ച് നൽകിയാൽ അത് ആ അർത്ഥം ആ ജീവൻ്റെ പുണ്യത്തിലേക്ക് നയിക്കുമെന്നാണ്. പിന്നീട് കാമമാണ്. കാമനകളെന്ന് പറയുമ്പോൾ വിചാരങ്ങളാണ്. അപ്പോൾ കാമാദി രാഗങ്ങൾ, അതായത് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, ബന്ധു തുടങ്ങിയിട്ടുള്ള അഷ്ടരാഗാദികളെ എങ്ങനെ നിയന്ത്രിക്കണം, നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ദോഷം, അതിന് അജാമിളൻ്റെ കഥ ഭാഗവതത്തിൽ വളരെ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ കാമനകളെ നിയന്ത്രിച്ചുകൊണ്ട് പുരുഷാർത്ഥത്തിലെ പരമപ്രധാനമായ മോക്ഷത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് പ്രതിപാദിക്കുന്നതാണ് എല്ലാ പുരാണങ്ങളുടെയും സത്ത. അപ്പോൾ പുരാണങ്ങൾ പഠിക്കുന്നത് കൊണ്ടും പഠിപ്പിക്കുന്നത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒരു ജീവൻ്റെ പുരുഷാർത്ഥ സാധൂകരണത്തിന് വേണ്ടിയാണ്. സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം.